ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിഷൻ 7-ൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാപകത്തിനെതിരെ സാത്താൻ്റെ ആക്രമണം. അതിനാധാരമായി എടുത്തിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങൾ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ദൈവ നിയമത്തെ മാറ്റിവെക്കുവാൻ മനുഷ്യരെ പിശാച് ദൈനംദിനം ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആദ്യ മാതാപിതാക്കളായ ആദാമിനും അവയോടും അവർ ജ്ഞാനസമ്പൂർണരായി തീരും എന്ന് പിശാച് പറഞ്ഞപ്പോൾ അവർ ആ ആശയത്തിനകത്ത് ആകൃഷ്ടരായി മാറുകയും ദൈവത്തിൻ്റെ ഉപദേശത്തെ മറന്നിട്ട് സാത്താൻ്റെ ഉപദേശത്തെ പൂർണ്ണമായി സ്വീകരിച്ചതിലൂടെ അവർ തെറ്റായ ജീവിത ശൈലിയിലേക്ക് ദൈവകൽപ്പനയിൽ നകന്നുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോക മത സംവിധാനങ്ങളും ലോക രാഷ്ട്രീയ ശക്തികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അന്നും ഇന്നും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയുവാൻ കഴിയും. അത് ഈ കാലഘട്ടത്തിലും വിവിധ സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾക്കേവർക്കും അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരായി ഉൽപ്പത്തിയുടെ പ്രാരംഭത്തിൽ തന്നെ പിശാച് ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കെ ഈ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള നവീകരണ കർത്താക്കളുടെ കാലഘട്ടത്തിൽ പോലും റോമ സഭയുടെ കീഴിൽ പൈശാചികമായ ശക്തിയാൽ ദൈവകൽപ്പനയ്ക്കെതിരെ ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കുകയും അനേക മനുഷ്യരെ ദൈവകൽപ്പനയിൽ നിന്ന് വ്യതിചലിക്കുവാൻ ആവശ്യമായ ആഹ്വാനവും ചില സംവിധാനങ്ങൾ ഈ ഭൂമിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ സംവിധാനങ്ങളിൽ വീണ് ദൈവകൽപ്പനയിൽ നകന്നു പോകുന്ന അനേക മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അത് പ്രതിഫലിച്ചിരിക്കാം. കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ദൈവത്തിന് മഹത്വം. എപ്പോഴും പിശാച് ദൈവത്തിൻ്റെ കൽപ്പനയിൽ അനുസരിക്കാതെ ജനത്തെ മാറ്റി നിർത്തിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് കൽപ്പനയിലെ 4-ാം കൽപ്പനയായ ദൈവത്തിൻ്റെ വിശുദ്ധ ശബദിനെ സംബന്ധിച്ചിടത്തോളം യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നറിയേണ്ടതിന് എൻ്റെ വിശുദ്ധ ശബത്തുകളെ എനിക്കും നിങ്ങൾക്കും മധ്യ അടയാളമായി വെച്ചിരിക്കുന്നു എന്ന് ലിഖിതങ്ങളാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിനും ദൈവജനത്തിനും ഇടയുള്ള ഏക അടയാളമായിരിക്കുന്ന വിശുദ്ധ ശബദിനെതിരെ ശക്തമായി പൈശാച് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ പ്രവർത്തനം അന്ന് ആരംഭിച്ചുവെങ്കിലും ദൈവത്തിന് മഹത്വം, കർത്താവിൻ്റെ വരവോളം അത് നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് മനസ്സിലാക്കുകയാണ്. ദൈനംദിന നമ്മുടെ ജീവിതത്തിൽ മതലോകത്തിന് സാത്താൻ്റെ പദ്ധതി സ്വീകാര്യമായി അനേകർ ആ തന്ത്രങ്ങളിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ അറിയുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തെയും നന്നായി ജ്ഞാനമറിയുന്ന ആളുകളെക്കുറിച്ച് നമുക്കറിയാൻ കഴിയും. അവർ വ്യക്തമായി അവരുടെ ജ്ഞാനത്തിൽ അധികമായി അഹങ്കരിക്കുന്ന ആളുകളാണ്. അങ്ങനെ ജ്ഞാനത്തിൽ ബുദ്ധിസാമർത്ഥ്യത്തിൽ വീണുപോകുന്ന അനേക ആളുകൾ ദൈവകൽപ്പനകളെ വളരെ നിസാരവൽക്കരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മഹത്വം, അനേകര് ഈ ദൈവ നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തമായ ഉപദേശങ്ങളിലൂടെ വരുമ്പോൾ പിശാചിൻ്റെ ഉപദേശം അവർ ഉൾക്കൊള്ളുന്നതിലൂടെ ഭൂമിയിൽ ദൈവകൽപ്പന ഉപേക്ഷിക്കപ്പെടുന്ന ധാരാളം ജനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിലൂടെ ദൈവത്തിന് മഹത്വം, നവീകരണ ലോക കാലഘട്ടത്തിൽ സംഭവിച്ച ആ വ്യാജ ശബത്തിനെ സ്വീകരിക്കുന്ന അനേക ജനങ്ങൾ ദൈവത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവം സൃഷ്ടിപ്പ് സ്ഥാപിച്ച വിശുദ്ധ ശബദ് സൃഷ്ടിപ്പിൻ്റെ സ്മാരകമായും ദൈവത്തെയും വിശുദ്ധ ജനത്തെയും വേർതിരിക്കുന്ന അടയാളമായി ദൈവം അത് സൃഷ്ടിച്ചിരിക്കെ അതിന് ആസ്പദമായ നല്ല ജീവിതം നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ലോകത്തിന് സാത്താൻ്റെ തന്ത്രം അവർക്ക് സ്വീകാര്യമായി. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്ന് മനഃപൂർവ്വം അവർ വ്യതിചലിക്കുവാൻ തുടങ്ങി. റോമ ഭരണത്തിൻ്റെ കീഴിൽ
അവർ അഡോപ്റ്റ് ചെയ്ത തെറ്റായ ശബദാരാധന അനേകർക്ക് പ്രിയവും സ്വീകാര്യമായി മാറി. ഒപ്പം ലോകത്തിൻ്റെ രാഷ്ട്രീയ അധികാരവർഗവും അവരുടെ നിയമങ്ങളിലൂടെ സാത്താൻ്റെ നിയമത്തെ സാധുതയാക്കുവാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ജനമേ, ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസത്തെ അവഗണിച്ച് വിശുദ്ധിയുടെ യാതൊരു അടയാളവും ഇല്ലാത്ത ഒരു വ്യാജ ശബത്തിന് പകരം വെക്കുന്ന മറ്റൊരു ആരാധന ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആഴമേറിയ മുറിവിന് അത് അവസരമൊരുക്കുന്നുവെന്ന് നാം അറിയേണ്ടതിനാണ്. ആയതുകൊണ്ട് ദൈവം ലോകത്തിന് ശബത്ത് നൽകിയത് അവൻ്റെ നാമമഹത്വത്തിനായി വേർതിരിക്കുവാൻ വേണ്ടിയാണ്. ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയെന്നറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എന്നേക്കും നിങ്ങൾക്ക് മധ്യേ ഒരടയാളമാകുന്നു. ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശബത്തിനെ നിത്യനിയമമായി ആചരിക്കേണ്ടതാകണം. ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ സാത്താൻ്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകാതെ അവൻ്റെ വിശുദ്ധ ശബത്തിനെ ബഹുമാനിച്ച് സ്നേഹിച്ച് അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കാതെ വണ്ണം നിലകൊള്ളുവാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ നല്ല ദൈവമേ, ലോകത്തെ ഒരു ഭാഗത്ത് അങ്ങയുടെ വിശുദ്ധി ആരാധനയ്ക്കെതിരെ പിശാച് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ ഞങ്ങളുടെ സ്വീകാര്യത കൊണ്ടോ എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു തീരുമാനവും ഞങ്ങൾ എടുക്കാതിരിക്കുവാൻ കഴിയുന്ന വിധം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം അനുഗ്രഹപ്രദമായ ഒരു ദിവസമാക്കി ഞങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ. ആമേൻ.